എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ എഴുതപ്പെട്ട സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് എന്നോട് നിങ്ങളോട് ഇടപെടുക. ദൈവം നൽകിയ തലമുറകളെ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഉത്സാഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായി മാറുവാൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് ഏറെ പങ്കും ആളുകൾ ഭാരപ്പെടുന്നത് തലമുറകളെ ഓർത്താണെന്നുണ്ടെങ്കിൽ തലമുറകളുടെ പോക്ക് കണ്ടിട്ട് അന്തം വിട്ടു നിൽക്കുന്നത് പോലെയാണെങ്കിൽ, താൻ തോന്നികളായി തന്നിഷ്ടക്കാരായി ആരെയും അനുസരിക്കാതെ ലോകത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ചരിക്കുന്നവരും തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ചോദ്യം ചെയ്യുന്ന മാതാപിതാക്കളെ വകവരുത്തുന്ന നിലവാരത്തിൽ പോലും തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് നമുക്ക് തന്ന തലമുറകൾ അവർ പത്യോപദേശത്തിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ വളരുവാൻ, അവരെ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഉത്സാഹിക്കുക. അതുമാത്രമല്ല, പ്രിയ മാതാവേ, പിതാവേ, വിലാപങ്ങളുടെ പുസ്തകം പറയുന്ന പോലെ രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് തലമുറയ്ക്കായി നിലവിളിക്കുന്നവരായി മാറുക. നമ്മുടെ തലമുറകളൊന്നും ലോകത്തിൻ്റെ ഹിതപ്രകാരം ചലിക്കുന്നവരാകാതെ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി വളരേണ്ടതിന് വില കൊടുക്കുന്ന മാതാവും പിതാവുമായി മാറുവാൻ ഇന്നത്തെ തിരുവചനത്തോട് നമ്മോട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ, തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പത്യോപദേശത്തിൽ വളർത്തപ്പെട്ട ശമൂവേൽ, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ശമൂവേൽ എന്ന ബാലനെ അവൾ നേർന്നതുപോലെ ആലയത്തിൽ യഹോവയ്ക്ക് വേണ്ടി നേദിച്ചപ്പോൾ, ഈ പൈതൽ വളർന്നു വരുന്നത് ഏലി എന്ന പുരോഹിതന്റെ മക്കളായ ഹെഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും കൂടെയാണെങ്കിൽ, ഈ ഹെഫ്നിയും ഫിനെഹാസും നീചന്മാരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നടക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണെങ്കിലും അവരുടെ ഹിതത്തിനോ അവരുടെ ഇഷ്ടത്തിനോ ചലിക്കപ്പെടാൻ ശമൂവേലിനെ ദൈവം ഇടയാക്കിയില്ല എന്ന് മാത്രമല്ല, ശമൂവേൽ ദൈവശബ്ദം കേൾക്കുന്നവനായി, ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായി ദാൻ മുതൽ ബേർശേബ വരെ മാനിക്കപ്പെടുവാനിടയായി. എന്നാൽ മറിച്ച് ആലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഏലിയുടെ മക്കളോ, അവർ ദൈവത്തെ കോപിപ്പിക്കുന്നവരും ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാകുവാൻ അവരും അവരുടെ പിതാവിനെയും ഇടയാക്കിയെങ്കിൽ, തലമുറകളുടെ പോക്ക് കാരണം, അവരെ ശാസിച്ച് തിരുത്താത്തത് കാരണം, തലമുറകളുടെ ദുരന്ത വാർത്ത കേട്ട് പിറകോട്ട് വീണ് പിടലിയൊടഞ്ഞ് മറിക്കുവാൻ ഏലിക്ക് നിയോഗമുണ്ടായെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ തലമുറകൾ നമുക്ക് ആശ്വാസമായി മാറാൻ, നമ്മുടെ തലമുറകൾ സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, അവരെ പത്യോപദേശത്തിൽ വളർത്തുവാൻ നാം ഉത്സാഹിക്കുവാൻ ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ നമുക്ക് അനുഗ്രഹമാകണം. അവർ ദൈവസ്നേഹത്തിൽ വളരുവാനിടയാകണം. അവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാനിടയാകണം. തിമോത്തിയോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 2 തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ, അമ്മയിലും വലിയമ്മയിലുമുള്ള ആ വിശ്വാസം തന്നെ നിന്നിലും ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, തലമുറകൾ പത്യോപദേശത്തിൽ വളരുന്നത് മാതാപിതാക്കൾക്ക് അനുഗ്രഹവും അഭിമാനവുമാകുമെങ്കിൽ, നിങ്ങളുടെ തലമുറകൾ കാരണം നിങ്ങൾ അഭിമാനിക്കുന്നവരായി മാറുവാൻ, അനുഗ്രഹം അനുഭവിക്കുന്നവരായി മാറുവാൻ അവരെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. തലമുറകളെ പത്യോപദേശത്തിൽ നടത്തുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.